സർ, ഇന്നലെ കാളിഘട്ടിൽ മമതാ ബാനർജി സന്ദർശിക്കുന്ന ഒരു വീഡിയോ വളരെ വൈറലാവുന്നുണ്ടായിരുന്നു. ഇതിന് മുൻപ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി സന്ദർശിച്ചപ്പോൾ മണിക്കൂറുകളോളം സന്ദർശകർ വെയിറ്റ് ചെയ്ത് നിന്ന് കാത്തിരുന്നായിരുന്നു കയറിയത്. ഇന്ന് അറപ്പോടെ ഈ ഭക്തജനങ്ങൾ നോക്കുന്ന, അല്ലെങ്കിൽ മമതയെ അങ്ങനെ നോക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തേക്ക് വന്നത്. ഇത് മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഹിന്ദുക്കളെ വെറുപ്പിച്ച അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു അനുഭവം മമതയ്ക്ക് ഉണ്ടായത്? ആയാലും മമതയ്ക്ക് അമ്പലത്തിൽ പോകാൻ തുടങ്ങിയത് നല്ല ബുദ്ധിയാണോന്ന് അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ തുടക്കമായിരിക്കാം, എങ്കിൽ നല്ലത്. പക്ഷേ ഇതിപ്പോൾ ചോദിച്ച ചോദ്യം മുസ്ലിങ്ങളുടെ പക്ഷപാതപരമായിട്ട് അവരോട് നന്നായിട്ട് പെരുമാറി, അതാണല്ലോ ഉദ്ദേശിച്ചത് അല്ലേ? അത് തന്നെ ആവണമെന്നില്ല. അവരുടെ ദുർഭരണം തന്നെ ജനങ്ങളെ വെറുപ്പിച്ചില്ലേ? അത് നേരത്തെ പറഞ്ഞ വൺ ഓഫ് ദ സേവറൽ റീസൺസ് ആണ്. ഇമ്പോർട്ടൻ്റ് റീസൺ ആണെന്ന് പറയാം. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീസൺസ്. പക്ഷെ അത് കൂടാതെ തന്നെ ഒരു റീസൺസ് ഇല്ലേ? ഭരണം എന്തായിരുന്നു? CMC അല്ലാതെ ഒരു പാർട്ടി അവിടെ വേണ്ട. തല്ലുക, കൊല്ലുക, കെട്ടിത്തൂക്കിയിടുക അല്ലേ? എത്ര പേരെ കെട്ടിത്തൂക്കിയിട്ടിരുന്നു മരത്തിൻ്റെ മുകളിലൊക്കെ. CPM എന്ന് പറയുന്ന വലിയ വീരപരാക്രമികളായിട്ട് ഇവിടെ പറയുന്ന പാർട്ടി ഓഫീസ് അടച്ചിട്ടുണ്ട്. BJP ഓഫീസിൽ വന്ന് അഭയം തേടിയ അവസ്ഥയായിരുന്നു അവിടെ. ആണ് ഈ ഗവൺമെൻറ് സുവേന്ദു അധികാരി വന്നതിന് ശേഷമാണ് CPMൻ്റെ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഓഫീസൊക്കെ ഇപ്പോൾ തുറന്നത്. അവിടെ ഇരുന്നുകൊണ്ട് അവർ BJPനെ വെല്ലുവിളിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി. അവർക്ക് സ്വന്തം ഓഫീസില്ലാതെ ഈ TMCയുടെ ആൾക്കാരെ അവർ ഓടിച്ചിട്ട് തല്ലുന്ന സമയത്ത് സംരക്ഷിക്കാനുണ്ടായിരുന്ന BJPയുടെ ഓഫീസിലായിരുന്നു അവർക്ക് അഭയം കൊടുത്തിരുന്നത്. ഇപ്പോൾ അവർ ഈ ഓഫീസൊക്കെ തുറന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ BJPയുടെ ഫാസിസത്തിനെ പറ്റിയിട്ടും ഏകാധിപത്യ പ്രവണത, ഹിന്ദുത്വം ഹിന്ദുത്വ വർഗീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ തോന്നുന്നു. അത് വേറെ കാര്യം. പറഞ്ഞു വന്നത്, ഇവരുടെ ദുർഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ദുർഭരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഈ VIP ദർശനം നടത്തിയത്. പാവപ്പെട്ട ഈ വരുന്ന ബാക്കി പിൽഗ്രിംസിനെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള VIP ദർശനം നടത്തിയത്. അപ്പോൾ VIP ദർശനം നടത്തി നാളിപ്പോൾ ഒന്ന് VIP അല്ലാതെ അല്ലേ, NVIP ആയി, നോൺ VIP ആയിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇനി ഇതായിരിക്കാം അടുത്ത ടെക്നിക്ക്. ഞാൻ സാധാരണക്കാരിയാണ്, എനിക്ക് ഒന്നും വേണ്ട, മുൻ മുഖ്യമന്ത്രി എന്നുള്ള പദവി പോലും വേണ്ട, ഞാൻ ക്യൂവിൽ നിന്നോളാം, അമ്പലത്തിൽ തൊഴുതോളാം, റേഷൻ മേടിച്ചോളാം എന്നൊക്കെ ആയിരിക്കും ഇനി ചിലപ്പോൾ പറയാൻ പോകുന്നത്. അവരൊരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സ്ത്രീയാണ്. സ്വബോധം അവർക്കുണ്ടോയെന്ന് പോലും സംശയമാണ്. ഒരു സൈക്കോപാത്തിനെ പോലെ പെരുമാറുന്നത്. ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നേതാവ് നടന്ന് പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരാൾ നിന്ന് പ്രസംഗിക്കും, അല്ലെങ്കിൽ വയ്യാത്ത ആൾ ഇരുന്ന് പ്രസംഗിക്കും അല്ലേ? ഞാൻ ആക്സിഡൻ്റായിട്ട് നിൽക്കാൻ വയ്യാതെ വന്ന സമയത്ത് ഒരു കൊല്ലത്തോളം ഞാൻ പബ്ലിക് പരിപാടി സംസാരിച്ചിരുന്നുകൊണ്ടാണ് നിൽക്കാൻ വയ്യാന്നിട്ടാണ്. പക്ഷെ നടന്നുകൊണ്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നാ? അതിന് പറ്റിയൊരു സ്റ്റേജും, ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലിപ്പമുള്ള സ്റ്റേജ് ഇവർക്ക് വേണ്ടി പണി. ഇവിടുന്ന് വലിയേറ്റം വരെ നടക്കണ്ടേ? നമ്മൾ സാധാരണ വെരുകിനെ കൂട്ടിലിട്ട പോലെ എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട് നമ്മുടെ മലയാളികൾ. വെരുകെന്ന് പറഞ്ഞൊരു മൃഗമുണ്ട്, ഞാൻ അതിനെ കണ്ടിട്ടില്ല. അത് കൂട്ടിലിട്ട് അങ്ങോട്ട് നടക്കുമെന്നാണ് പറയുന്നത്. അതേപോലത്തെ ഒരു എന്തെന്നാ പറയുക, ഒരു സുബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ പോലെ പെരുമാറിയിരുന്ന ആൾ എല്ലാവരും മോശമായിട്ട് പെരുമാറുക. CBI ഓഫീസേഴ്സ് അവിടുത്തെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ബംഗാളിലെ പോലീസിനെ കൊണ്ട് അവർ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർ ഓടിക്കുക. ED വന്നതിൽ EDയെ തല്ലി ഓടിക്കുക. അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടു. മെയ് 27 തിരുവനന്തപുരത്ത് അവരെ വധിക്കാൻ ശ്രമിച്ചതൊക്കെ. ഇത് അവിടുത്തെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇനി ഇതും കഴിഞ്ഞ ഇലക്ഷന് തോറ്റു കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞാൻ തോറ്റിട്ടൊന്നുമില്ല, ഞാൻ സാധനം മാറില്ല. അങ്ങനെ വരെയും പറഞ്ഞൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി എന്നുള്ള പദത്തിൻ്റെ അർത്ഥത്തിനെ പോലും അവർ എന്തെന്നാ പറയുക, ചവിട്ടി അരക്കായിരുന്നു, ഇൻസൾട്ട് ചെയ്യായിരുന്നു ആ പദത്തിൻ്റെ അർത്ഥം. അപ്പം അങ്ങനത്തെ ഒരു ലേഡിയെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അറപ്പോടും വെറുപ്പോടും കൂടിയല്ലേ നോക്കുള്ളൂ. നമ്മൾ സാറിന് പറയല്ലേ, പേഴ്സോണ നോൺ ഗ്രാഷ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെയുണ്ട്, പക്ഷേ വെറുക്കപ്പെട്ട ആളെന്ന്. അങ്ങനെ ഒരു പേഴ്സോണ നോൺ ഗ്രാഷായിട്ടാണ് അവർ നിൽക്കുന്നത്. വെറുക്കപ്പെട്ടൊരു വ്യക്തിയാണ്. യാതൊരു രീതിയിലും ആൾക്കാർക്ക് യാതൊരു രീതിയിലും അവരോട് താല്പര്യം ഉണ്ടാവില്ല. തീർച്ചയായും ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മമത
ആ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മമതയോടൊപ്പമുള്ള ആളുകളോട് പറയുന്നുണ്ട് ഒന്ന് നിൽക്കൂ എന്ന് പറയുമ്പോൾ ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാതെ മമതയെ കടന്നു പോകുന്ന ഓരോ ആളുകളും മമതയെ ഇങ്ങനെ ഒരു പുച്ഛത്തോടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വെറുപ്പോടെ നോക്കുന്നു. ആ ഒരു സ്ഥിതി അല്ലെങ്കിൽ മമതയ്ക്ക് ഇനി ഒരു സ്ഥാനമില്ല എന്ന് ജനങ്ങൾ കൂടെ ഉറപ്പിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ മമത സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ മമതയോടൊപ്പമുള്ള MLA-മാർ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചീമുട്ടയേറാണ് ലഭിക്കുന്നത് ബംഗാളിൽ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അഭിഷേക് ബാനർജി ഏതൊക്കെ രൂപത്തിലാണ് അയാൾക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ആളുകളെന്ന്. വേറെ ആളൊരു ഒരു കോർപ്പറേഷൻ കൗൺസിലർ, അയാൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വീട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് 30,000-50,000 രൂപയൊക്കെ മേടിച്ച് അവസാനം അയാൾ ഡ്രസ്സ് പോലും ഇല്ലാതെ ഓടിപ്പോണ കണ്ടില്ലേ? എന്താ പറയുക, അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഓടിപ്പോണ കണ്ടു. അത്രത്തോളം മോശമായ ഭരണമാണ് അവിടെ. കാരണം ഇവരുടെ ഭാഗത്ത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അതായത് ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഈ ഏകാധിപത്യ രാജ്യങ്ങളിൽ ഇല്ലേ, നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഏകാധിപത്യ രാജ്യങ്ങളുടെ ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ക്യൂബയുണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്. അവിടെ വെച്ചാൽ ഈ ഭരണത്തിലിരിക്കുന്ന ആളും അയാളുടെ സിൽബന്ധികൾക്കും എന്തും ആവാം. അല്ലാത്ത ആൾക്കാർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല, ഒന്നുമില്ല. അടിച്ചമർത്തപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇവരവിടെ കൈകാര്യം ചെയ്തിരുന്നത് അവിടുത്തെ ജനങ്ങളെ. ആർക്കും ഒരു വിലയും കൽപ്പിക്കാത്തതായിരുന്നു. അതിൻ്റെ അത്രത്തോളം മടുത്തിട്ടാണ് ഈ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP അവിടെ പവറിൽ വരാനായിട്ട് കാരണം. അല്ലെങ്കിൽ ഒരു ഇടത്തരം രൂപത്തിൽ കുറച്ചുകൂടി ജനാധിപത്യ ബോധത്തോട് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ BJP ഈ പ്രാവശ്യം ഭരണത്തിൽ വന്നു എന്ന് വരില്ല, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുള്ളതായിരിക്കും. കാരണം ജനങ്ങൾക്ക് മടുത്തു. ഇനി ഒരു നിമിഷം പോലും ഈ വ്യക്തിയെ പവറിൽ വരുത്താൻ പാടില്ല എന്ന് അവർക്ക് തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ വോട്ട് ചെയ്തു. മറ്റ് പാർട്ടികളെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും ആക്രമിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അതായത് CPM 34 കൊല്ലം ഭരിച്ചപ്പോൾ എന്ത് ചെയ്തോ അത് തന്നെ ഇവർ കോപ്പി ചെയ്തു. അതിൻ്റെ ഒരു റിപ്ലിക്കാണ് ഇവർ നടപ്പാക്കിയത്. അവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവർ പവറിൽ വന്നിട്ട് അവരെക്കാളും മോശമായിട്ട് ഇവർ പെരുമാറി. അത് പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതൊന്നും കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതെ, ദൈവവിശ്വാസം ഈ പ്രായത്തിൽ വന്നെങ്കിൽ നല്ല കാര്യം. ഇനി അങ്ങനെ ബാക്കി ശേഷിച്ച ജീവിതം ദൈവവിശ്വാസമൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല കാര്യം. ഇനി വേണ്ടാത്ത തരത്തിലുള്ള ഈ ഡർട്ടി പൊളിറ്റിക്സ് കളിക്കാൻ അവർ വരാതിരുന്നാൽ അവർക്കും നല്ലത്, ആ സംസ്ഥാനത്തിനും നല്ലത്. തീർച്ചയായിട്ടും ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലേക്ക് ഹിന്ദുത്വ വിരുദ്ധ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രസംഗിച്ച മമതയ്ക്ക് അമ്പലത്തിൽ പോലും രക്ഷയില്ലാത്തൊരു രീതിയിലേക്കാണ് പോകുന്നത്. അതെ, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ. അവരെന്നും ഹിന്ദുത്വ വിരോധിയായിരുന്നു. അവരെപ്പോഴും പ്രോ ഇസ്ലാമായിരുന്നു. അതല്ലേ ബംഗ്ലാദേശികൾ മുഴുവൻ അവിടെ കൊണ്ടുവന്നു അല്ലേ? ബംഗ്ലാദേശികൾക്ക് ഫ്രീ, അവർക്ക് റേഷൻ കൊടുക്കുന്നു, റേഷൻ കടയിൽ റേഷൻ കാർഡ് അവർക്ക് കൊടുക്കുന്നു. കൂടാതെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർ വരുന്നു, അവർ വോട്ട് ചെയ്യും. ഈ പ്രാവശ്യം SIR വന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഔട്ടായതുകൊണ്ടും കൂടിയാണ് ഇവർ തോൽക്കാനൊരു കാരണം. അല്ലെങ്കിൽ ആ ആൾക്കാരുടെ വോട്ടും കൂടി ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഈ SIR-നെതിരെയാണ് ഇവിടെയുള്ള CPM-കാരും കോൺഗ്രസ്സുകാരും എല്ലാം കൂടി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ SIR ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ദ്രോഹിനെ മാറ്റാൻ പറ്റിയത്. അതുകൊണ്ട് കുറേ അത്രയധികം ലക്ഷങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തായി. ഈ നിരന്തരം വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ മമതയ്ക്കും കൂടെ ഉള്ളല്ലേ ഇനി ബംഗാളിൽ ചീമുട്ടയർ കിട്ടാനായിട്ട്? അവർക്കും കിട്ടും. ഇപ്പോൾ ഒരു പക്ഷേ മുൻ CM ആയതുകൊണ്ട് അവർക്കൊരു സെക്യൂരിറ്റിയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. അത് ആ മര്യാദ അവർ കാണിക്കുമല്ലോ, സുവേന്ദു അധികാരി കാണിക്കുമല്ലോ. ഒരു മുൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട ഒരു സെക്യൂരിറ്റിയൊക്കെ ഇല്ലേ, അത് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. പക്ഷെ മനസ്സുകൊണ്ട് ചീമുട്ട എറിഞ്ഞ് കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾ മുഴുവൻ. ഫിസിക്കലായിട്ടൊരു മുട്ട എറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ മനസ്സുകൊണ്ട് ഓൾറെഡി എറിഞ്ഞ് കഴിഞ്ഞു. അത്രത്തോളം വെറുക്കുന്നു. അതാണ് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ വെറുപ്പോടുകൂടി ആൾക്കാരെ നോക്കുന്നത്. അതാണ് അവരുടെ അവസ്ഥ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം.
C4N കൂടെ C4N, സി എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർത്ത് വെച്ചാൽ ഫോർ, എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.